ഫൈസലിക്ക് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മാത്രമൊന്നും വിളിച്ചതെന്ന്. പിന്നീട് അറിഞ്ഞത് KSRTC-യിൽ 2 ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി. കാരണം ഞാൻ മൊബൈലിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുടുംബത്തിനെ ഒരു വലിയ അപകടത്തിൽ നിന്ന്, വലിയൊരു ക്രൈസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അത് നിങ്ങൾ ആരും അറിയണ്ട. ഞങ്ങളും ഈ ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വെൽക്കം ചെയ്യുന്ന ഇവരിൽ ഒരാൾ ഇത്രയും ഹൈറ്റ്. ഞാൻ കുട്ടികളോട് പറഞ്ഞു അവൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ ഒന്ന് നുള്ളി നോക്കാൻ. പക്ഷേ അവരതിന് തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുത്തെ വീടൊക്കെ ശരിക്കൊന്ന് കണ്ടു. ഇത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് കേട്ടോ അവിടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിരുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മുണ്ടാന എസ്റ്റേറ്റിലാണ് ഈ ഒരു മലബാർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടർ. ബ്യൂട്ടിഫുൾ. Come on, full family in one frame. സമൂഹത്തിൻ്റെ പല മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. Raju bhai here. Thank you for coming for celebrating with us. Thank you so much. ഏകദേശം ഒരാഴ്ചയോളം ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷൻ നടന്നിരുന്നു. ലാസ്റ്റിലാണ് ഞങ്ങൾ പോയിരുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹൗസ് വാമിങ്ങിന് തുടക്കമായത്. ഫൈസലിക്ക് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മാത്രമൊന്നും വിളിച്ചതെന്ന്. പിന്നീട് അറിഞ്ഞത് KSRTC-യിൽ 2 ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി. കാരണം ഞാൻ മൊബൈലിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തണമെന്നുള്ളത് എൻ്റെ വളരെ നിശ്ചയദാർഢ്യമായിരുന്നു. ദൈവ നിയോഗമാണ്. കാരണം മറ്റുള്ളവർക്ക് പോലുള്ളൊരു ബന്ധമല്ല ഇത് എനിക്ക്. കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കും ഇദ്ദേഹത്തിനും പഠിച്ചവനും മാത്രമേ അറിയാൻ പാടുള്ളൂ. എൻ്റെ കുടുംബത്തിനെ ഒരു വലിയ അപകടത്തിൽ നിന്ന്, വലിയൊരു ക്രൈസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അത് നിങ്ങൾ ആരും അറിയണ്ട. നിങ്ങൾ ഇനി അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോൾ എൻ്റെ അടുത്ത് ആ കണ്ടന്റ് എന്താണെന്ന് ചോദിക്കും, പറയില്ല. അതറിയാവുന്ന വളരെ 2-3 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഫാമിലിയായിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെ ഹൈദരാലി ഉണ്ടെന്നുള്ളത് മറ്റൊരു സന്തോഷമുണ്ട്. കാരണം ായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒന്നും പറയില്ല. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന് എല്ലാ നന്മകളും വരട്ടെ. ഞാൻ പറഞ്ഞില്ലോ, മറ്റുള്ളവർക്ക് സഹായങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഒരുപാട്. പക്ഷെ എന്റെ കുടുംബത്തിനെ ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. നോട്ട് ചെയ്ത് വെച്ചോ. എന്റെ വൈഫ് ഇന്നലെ ദിവസം കണ്ടപ്പോ പറഞ്ഞു അർജുൻ കപൂർ വന്നേക്കണം. അർജുൻ കപൂറിന് ഇവിടെ വരാൻ സാധ്യതയില്ല, അത് ലൈവാഷായിരിക്കും. സാധിക്കില്ലേ? അപ്പൊ കേരളത്തിൽ അർജുൻ കപൂറായിട്ട് പ്രഖ്യാപിച്ചിരിക്കും. തകർത്തുകൊണ്ടിരിക്കുകയാണ്. 2 സ്റ്റെപ്പ് ഗൗരി ഒരു 2 സ്റ്റെപ്പ് ഓണം മൂടിന് 2 സ്റ്റെപ്പ് കൂടെ പെർഫോം ചെയ്ത് കഴിഞ്ഞിരുന്നു. എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. എല്ലാം 2 സ്റ്റെപ്പോടെ മ്യൂസിക് പ്ലേ ചെയ്യും. ഏത് മൂഡ് എന്നുള്ളൊരു സോങ് 2 സ്റ്റെപ്പ്. അല്ല, ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എങ്ങനെ ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഫൈസൽക്കയുടെ കൂടെ. ഇന്നത്തെ ഒരു എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് മലബാർ ഗോൾഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമല്ലോ ഒരാളെ കാണുമ്പോഴും. ഫൈസലിനെ പറ്റി പലവര് സംസാരിക്കുന്നതും ഞാൻ പേഴ്സണലി ഇതിനൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന മുമ്പ് തന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഒരു കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആളെ കാണാൻ പറ്റുന്നു, ഇത്ര ഒരു ബിഗ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെയാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നത്, പക്ഷെ എനിക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നാണ് വരാൻ പറ്റിയത്. എന്തായാലും ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. തമിഴ് സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഒരു മെഡിക്കൽ ത്രില്ലറായിരുന്നു അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ചെറിയൊരു പ്രശ്നം നടന്നിരുന്നു. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മള് എന്താ പറയാ, പ്രതികരിക്കേണ്ട ഒരു സമയത്ത് പ്രതികരിച്ചു. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും വന്നപ്പോൾ അതിലൊരു ഡോക്ടറായിട്ടാണ് ചെയ്തത്. അതേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ഇനി ഞാനൊരു മലയാളം സിനിമയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം താങ്ക് യു. നമുക്ക് വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച് ഗൗരി. ഗൗരി, താങ്ക് യു സോ മച്ച്. പുതിയ സിനിമ വെൽക്കം.
ഭയങ്കര സെൻസേഷണൽ താരങ്ങളാണ് ബിഗ് ബോസ് 7-ന്റെ. എന്ത് തോന്നുന്നു? വന്നിട്ട് ഇപ്പൊ വേറൊരു ഹൗസിലും എനിക്കൊന്നും പറയലേ അറിയത്തില്ല. നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ ഇന്നലെ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. ഡോറയ്ക്കൊന്നും പറയാനില്ല, എപ്പോഴും അതിലെ ഏൽപ്പിക്കണം. ഡോറയെ കൂടെ സംസാരിച്ചു. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ അതിഥിയായി കയറാം. രശ്മിൻ, രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് ശേഷം ഫോട്ടോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫൈസൽക്ക് നമ്മളിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അല്ലേ? ദുബായിൽ നിന്നാണ് ലാസ്റ്റ് ടൈം, മൂന്നാമത്തെ തവണയാണ്. കോഴിക്കോടുള്ള ആ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഫൈസൽക്കാരുടെ ഈ ഒരു പുതിയൊരു ഭവനത്തിലേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇതിലേക്കൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് ആണ്. ഒരുപാട് സന്തോഷം. മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറയും, ഇതാണ്. താങ്ക് യു സോ മച്ച്. ഉമ്മയും ബാപ്പയും നമ്മുടെ കൂടെ ഇപ്പോൾ 10-15 ദിവസമായിട്ട് നമ്മൾ ഈ വർക്കിന് വേണ്ടി ദുബായിൽ വന്ന ആളാണ്. അവൻ്റെ കുടുംബമാണ്, അവൻ്റെ പൊന്നു സിസ്റ്ററാണ്. ഈ പൊന്നു സിസ്റ്റർ വരച്ചതാണ് എനിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ഒരു ഭാഗത്ത് മ്യൂസിക് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം അവിടെ ഫംഗ്ഷനിൽ വന്ന സെലിബ്രിറ്റീസിൻ്റെതാണ്. ഇവിടെ എത്തിയ നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാം വീഡിയോ തന്നെ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഒരുപാട് പേര് സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ളത്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നുള്ളത് വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും ഇത്രയും ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്താൻ. സെലിബ്രിറ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം ആദിലയും നൂറയൊക്കെ ചെറിയ വിവാദങ്ങളായെങ്കിലും ഇവരൊക്കെ വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നിരവധി പേരാണ് കേട്ടോ ഇവരൊക്കെ പുറകെ വരുന്നത് നമ്മൾ കണ്ടിരുന്നത്. കുറച്ച് ഭാഗങ്ങളാണ് നമ്മളൊക്കെ വീഡിയോ ആക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ നിന്ന കുറച്ച് സമയം കൊണ്ട് തന്നെ എത്ര സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും VIP-കളും ബിസിനസ്സുകാരും അങ്ങനെ ഒരുപാട് പേര് പങ്കെടുക്കുന്നത് കണ്ടത്. അങ്ങനെ ഈ ഒരു 6 ദിവസം കൊണ്ട് എത്ര പേരവിടെ പങ്കെടുത്തിട്ടുണ്ടാവും. പലരും തന്നെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ആസിഫ് കാപ്പാടവും സംഘവും തിമർത്താടുകയായിരുന്നു. ഇത്തരം വലിയൊരു ഫംഗ്ഷൻ കൈകാര്യം ചെയ്ത് കഴിവുള്ളൊരു ഇവൻറ്റ് ടീം തന്നെയായിരിക്കും കേട്ടോ ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പല തരം ഫുഡുകളാണ് കേട്ടോ. ഫുഡിൻ്റെ മാത്രം വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ വീഡിയോ ചെയ്യാനുണ്ടാവും. അത്രമാത്രം ഫുഡുകളാണ് അവിടെ കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചത്. വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി.